അയ്യോ ഇവൻ ഈ കോസ്റ്റ്യൂമിൽ കാണുമ്പോഴേ എനിക്ക് ടി വി വേഴ്സസ് കെ വി ഓർമ്മ വരും. പറയാതിരിക്കാൻ വയ്യല്ലോ. ഇത് പുതിയ സാധനമാണ്. റേഡിയോ ചെക്കുമ്പോ ഇത് വരുന്നത് എന്തൊരു ഉത്തരവാദിത്തം. എല്ലാരും വരണമെന്ന് പറഞ്ഞപ്പോ 4 പേരാ വന്നതല്ലേ? 4 പേര്. ഓ ഇത് ഗ്യാങ് ഫുള്ള് കേറണേ. മണമുള്ളൊക്കെ രാവിലെ കയറാന്ന് പറഞ്ഞാണ്. രാവിലെ തൊട്ട് സിറ്റി കാണണമെന്ന് പറഞ്ഞാണ്. എടാ ഇല്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് കുറച്ച് ദിവസം 2-ആഴ്ചയായിട്ട് നമ്മൾ ഇതിനകത്ത് ഇല്ലല്ലോ. പയ്യന്മാരൊക്കെ പലയിടത്താണ്. സരക്ക് ഓൾറെഡി വരത്തില്ലെന്ന് പറഞ്ഞ സരക്ക് മറ്റേ എന്തോ ഫ്ലഫി ഒക്കെ അവരുടെ അടുത്തോട്ട് ചെന്നായിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടെ പുറത്തു പോയേക്കാണ്. പഞ്ചറാണ്. സ്പെല്ലിംഗ് ഉണ്ടോ? സല്യൂട്ടാ. എടാ സുഖമാണോ നിങ്ങക്കൊക്കെ? ഞാൻ നമ്മുടെ ഈ കശുവണ്ടി ഫാക്ടറി കൊണ്ട് ഒന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ HR കമ്പനി തുടങ്ങുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടുമായിരുന്നു. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ HR കമ്പനിയുടെ അത് നിനക്ക് കഴിഞ്ഞ വട്ടം 100-150 ദിവസം ലൈവ് വന്നവരും സിറ്റി വന്നവരും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരു വർഷമായിട്ട് നിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് തത്സമയത്തില്. കുടുംബത്തിലുള്ളവര് വീട്ടിലോട്ട് വന്നായിരുന്നു. കാരണം അവരറിയണമല്ലോടാ. ഒരു 3 വർഷമായിട്ടേ ഞാൻ വാസുവണ്ണൻ എടുത്തു പോകും. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ അറിയണമല്ലോ അവർക്ക്. അങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയണമല്ലോ. ഇവൻ ഒരാഴ്ച ഇവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. തിരിച്ച് വീട്ടിൽ ചെന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. മനസ്സിലായ? എറണാകുളം പോകും. അപ്പൊ ഇവനെ വീട്ടിൽ കാണുന്നില്ല. വീട്ടുകാർക്ക് അറിയണ്ടേ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ജസ്റ്റ് ഒരു സംശയം ഉണ്ടാവൂല. ഇതെന്ത് വാർച്ചയായിട്ടല്ലോ. ഞാൻ കണക്ട് റേഡിയോ ഒന്നായിരുന്നു. ഞാൻ ഓർത്ത് വന്നപ്പോഴേ കൊട്ട റേഡിയോ എന്ന് പറഞ്ഞു വന്നത്. അല്ല, ഞാൻ എന്റെ അതിശയം അതല്ല കേട്ടോ. വർഷങ്ങളായിട്ട് സിറ്റിയിൽ ഇല്ലാത്തവന്മാരാണ് ഒന്ന് വരാൻ പറഞ്ഞപ്പോ വന്നത്. ബാക്കി ഇവിടെ സിറ്റിയിലുണ്ട് ഉള്ളവന്മാരൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഈ പുതുവർഷം തുടങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓപ്പോസിറ്റ് ആവണം. ആൾക്കാർ ആക്റ്റീവ് ആവും. മീമിക്കാൻ പറ്റുന്ന എന്റെയും ഭൂമിനൊക്കെ കൊലത്തൊഴിലായിരുന്നു മീൻ പിടിക്കാൻ പോകല്. അറിയോ? ഇതെന്താ ഈ സൈഡിൽ തൂക്കിട്ടിരിക്കുന്നത്? അടുക്കള പോട്ട് സിനിമനെ വറുത്തോണ്ട് പറഞ്ഞേ. അണ്ടി വറുത്തല്ല. ഗ്യാങ് അടച്ചുപൂട്ടി നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോയി തുടങ്ങിയാ? ഓ പിന്നെ സരകട ഇന്നലെ ആർഡറിലൊക്കെ നോക്കിയപ്പോ വല പിടിയത് അനൗൺസ് ഒക്കെ ചെയ്തു. മൊലാലി ചക്ക ചക്ക ചക്ക. പോയിട്ട് വാ. നിക്കടാ ഒരു മിനിറ്റ്, എനിക്ക് ഒരാളെ കൂടെ വിളിക്കാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ സിറ്റിയിലുണ്ട് കേട്ടാ. ഇതൊക്കെ ഇവിടെ തന്നെ ജീവിക്കണേ. ചുക്കാമണിയിൽ ഉറുമ്പ് അടിച്ചവൻ. താങ്ക് യു സോ മച്ച് അതിന് വേണ്ടി. ഹലോ 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 ഹലോ. ഹായ് ഹെയ്ലി. Where are you? Oh, I came here in the department. Department. Oh, okay. Happy New Year. Wishing you a wonderful year. You too. Yeah, Stay blessed, you will healthy. get more promotions, more dismissals, everything this year. You will get Happy New Year. Dismissal? Promotions. Thank you, Dream. Yeah. Promotions. I heard dismissals. No. Promotions. തുടങ്ങിയേട്ടാ കണ്ണാപ്പി. Where are you? I just want to meet.
PD. PD, okay, UNPD, okay, I will come. Okay, I'll come. Just send me the location. I'll come. Oh, okay. അണ്ണ വന്ന് അറിയിക്കാനായിട്ട് പോലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് റിപ്ലൈ അയക്കാൻ നോക്കണേ. കണ്ണാപ്പി ഇത് ഇരക്കുവാണേ, നീ ഇരക്കുവാണേ. ഇല്ല ആര് റിപ്ലൈ ചെയ്യില്ല, ആര് മൈൻഡ് ചെയ്യാൻ, ആര് മൈൻഡ് ചെയ്യാൻ. സത്യം പറഞ്ഞ ഇപ്പൊ സിറ്റിയിൽ ആർക്കും നമ്മുടെ സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലടാ. അത് പേടിയൊന്നുമില്ല, താല്പര്യമില്ല. അവർക്ക് ഒന്നാമത്തെ കേസ് സിറ്റിയിൽ ആളില്ലടാ. വൈപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ വേറെ സിറ്റി പോയ ആൾക്കാർ. സത്യം. വാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ പൈസ കൊടുക്കാം. ചന്ദ്ര ഓപ്ഷൻ ഇല്ലെന്ന് ഉറപ്പാണോ? ആണെങ്കിൽ ഗീവ് അവേ ചെയ്യാൻ പോണേ ഞാന്. ഓപ്ഷൻ ഇല്ലെന്ന് ഉറപ്പാണോ? ഓപ്ഷൻ ചന്ദ്ര വാ, ഫ്രണ്ടിലോട്ട് വാ. ഈ വണ്ടിക്ക് കയറ്. സുനിമോൻ എന്ത് ഓ എന്നാ അങ്ങോട്ട് വരാം വാ. സുനിമോൻ എന്താ ഉണ്ടാക്കുന്നത്, അങ്ങോട്ട് പോയിട്ട് വരാം വാ. സുനിമ മീൻ മറക്കണം. നമ്മുടെ പ്ലാൻ ഓർമ്മയുണ്ടോ? മറ്റേ TV തട്ടുകട. എനിക്കൊക്കെ വയ്യ മുതുക്കി വന്നിട്ട് ചായ അടിക്കാൻ. നിന്റെ അച്ഛൻ കണ്ണാപ്പി, ഞാൻ ഇന്നോട്ട് നിന്റെ അച്ഛന് പറയത്തില്ല കേട്ടാ. നിന്റെ പറയും, ദേവദത്തിന്റെ പറയൂല്ലോ ഒരിക്കലും. ഇനി ദേവദത്തിന്റെ അച്ഛന് ഞാൻ പറയത്തില്ല. ഇതെന്ത് പെടുക്കുന്ന സ്മെല്ലിട്ടുണ്ടോ? അയ്യോ ഇല്ല കരുതില്ല. സൺഫ്ലവർ ഓയിൽ വേണം, വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണലാണ് എന്ത് മീനാണെന്ന് സ്കീമാണ് കേട്ടാ. തട്ടട കിട്ടല്ലോ. അതോ ഞാൻ പറഞ്ഞത് വാസുവിന്റെ ദോശയൊക്കെ തിരിച്ചിട്ട് ഒന്ന് ആലോചിച്ച് മുതുക്കിന്ന് വാസുവിന്റെ ദോശ തിരിച്ചിടുന്നു. ഇവ ഓൾറെഡി പറഞ്ഞാണ് തട്ടുകടയുടെ പ്ലാന്. ഓ റിയൽ ലൈഫിൽ പ്ലാൻ ചെയ്തായിരുന്നു, ഓർമ്മ. ഇന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു നീയും ബോബോയ് എന്നല്ല പറഞ്ഞേ, നീയും മറ്റേ ബുദ്ധി ഇല്ലാത്തവരും കൂടെ കഫേ തുടങ്ങാൻ. ഓ ഇതാണോ അമ്മ എന്തോ വറക്കണോന്നൊക്കെ പറഞ്ഞു. വല ഒരു മിനിറ്റ്. Oh, your family house. Yeah. അല്ല ഞാൻ വെളിയിലോട്ട് വരാം. ഞാൻ വേറെ ലൊക്കേഷനിൽ എത്തിയിട്ട് അത് വിളിച്ച് പറയാം. അങ്ങോട്ട് വന്നാൽ മതി. Okay. ബുക്ക്ഡ്. ഓക്കെ, നിന്നെ ബുക്ക് ചെയ്ത എടാ ബാല, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് മീൻ വറക്കാനല്ല, അയ വറക്കാന്നാ പറഞ്ഞത്. എവിടെയെങ്കിലും കടൽക്കാരെ പോയിരുന്നത് ഞാൻ വിചാരിച്ചില്ല അയലയും വറക്കുന്നത്. വന്നപ്പോഴേ പറയാം ഇതാണല്ലേ വറക്കാൻ പോകുന്നത്. ഞാൻ സിറ്റി കയറുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു കേട്ടാ, നമുക്ക് എവിടെയെങ്കിലും കടൽ തീരത്ത് പോയിരുന്ന അയ വറക്കാം. ഞാൻ ഇല്ലീഗലായിട്ട് കയറിയതാണ് ഇവിടെ. അതെന്താടാ? എനിക്ക് ബാൻ ആണെന്നാണ് സ്നൈപ്പർ പൊട്ടന്മാര് ഇടുവാടാ. എന്താടാ സ്വർഗലോകം നനച്ച വണ്ടി. അത് TVX ബെല്ലാരി കളിച്ചോട്ടെ, പുറത്ത് പോയി കളിക്കാൻ താല്പര്യമില്ല. അറിഞ്ഞില്ല പൊട്ടന്മാർ ഇട്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഉണ്ടെണ്ണ ഡെയിലി. ആരും ഇല്ലെങ്കിലും ഈ വീടൊക്കെ തൂത്ത് തുടച്ചിടുന്ന ആരാ? അണ്ണൻ ഈ വീട്ടിലോട്ട് വന്നിട്ട് ഒരു പൊടി ഉണ്ടോ? ഇല്ല, അത് സത്യം. വൃത്തിയായിട്ടില്ല, അതുപോലെ കിടക്കുമല്ലേ. സത്യം.